കുറച്ച് ദിവസമായിട്ട് പലരും അയച്ചു തന്നിട്ടുള്ള അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു ഫോട്ടോ ആണ് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാലിലുള്ള മുട്ടിലുള്ള ഒരു സ്കാർ. അപ്പം അദ്ദേഹത്തിന് 2025 ഫെബ്രുവരിയിൽ ക്രിസ്റ്റൽ പാലസിന്റെ എതിരെയുള്ള മാച്ചിൽ ഒരു ACL ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു നോൺ കോണ്ടാക്ട് ACL ഇഞ്ചുറി ആയിരുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് ഒന്നും കാണുന്നില്ല അദ്ദേഹത്തിന്റെ കാലും ക്രിസ്റ്റൽ പാലസിന്റെ പ്ലെയറിന്റെ കാലുമായിട്ട്. ബട്ട് ഹി സസ്റ്റൈൻഡ് ACL ഇഞ്ചുറി. അതിനുശേഷം 10 months സർജറിക്ക് ശേഷം പുറത്തിരുന്നു. വീണ്ടും ആ മന്ത് 2025 എൻഡോടെയാണ് വീണ്ടും മാച്ചിലോട്ട് തിരിച്ചു വന്നത്. അപ്പം ഈ സ്കാർ കാണുന്നത് ഒരു ബോൺ പറ്റലാർ ടെൻഡൻ ബ്ലോക്ക്, അതായത് നമ്മുടെ പറ്റലയുടെയും ടിബിയന്റെയും ഒരു ഭാഗത്തിന്റെ ബോണിന്റെ പീസ് എടുത്ത് അതിന്റെ ഇടയിലുള്ള പറ്റലാർ ടെൻഡനാണ് ഗ്രാഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം സ്കാർ കാണുന്ന പോലെ അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മേ ബി ദിസ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഗ്രാഫ്റ്റ് വിച്ച് യു ക്യാൻ ഗെറ്റ് ഫ്രം ഹ്യൂമൻ ബോഡി. നമ്മുടെ ബോഡിയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ഇതാണ്. പക്ഷെ ചില ആളുകളിൽ സർജറിക്ക് ശേഷം ചെറിയ രീതിയിലുള്ള ഒരു മുട്ടുവേദന ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ജോലി എന്താണെന്നനുസരിച്ചിട്ടാണ് ഈ ഒരു ഗ്രാഫ്റ്റ് വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ സർജറിക്ക് ശേഷം മുട്ടുകുത്തി എന്തെങ്കിലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുട്ടുകുത്തേണ്ട ആവശ്യം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു ടൈമിൽ മുട്ടിന്റെ അവിടെ ഒരു പെയിൻ വരും. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഗ്രാഫ്റ്റ് വിച്ച് യു ക്യാൻ ഗെറ്റ്. അതിനുശേഷം ലിസാൻഡ്രോ മാർട്ടിനസ് ടീമുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തു. മാൻ യുണൈറ്റഡിന്റെ ഒരു മെയിൻ പ്ലെയർ ആണ് ഇപ്പോൾ. അതേപോലെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ഡിഫൻസിലെ ശക്തമായ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഫോട്ടോയിൽ കാണുന്ന പോലെ അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സ്കാർ കണ്ടിട്ട് അത് ജസ്റ്റ് സർജറിന്റെ ഒരു മാർക്കാണ്, അത്രേ ഉള്ളൂ. അതിൽ വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.